രാവിലെ നീച്ചപ്പോൾ തന്നെ ഞാൻ കണ്ടത് ഈ വാർത്തയാണ്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഞാൻ പോട്ടെ. അങ്ങനെ ഞാൻ നേരെ വിട്ട് മൂത്തമ്മാൻ്റെ വീട്ടിലേക്ക്. കാരണം മൂത്തമ്മാൻ്റെ വീട്ടിൽ മഴക്കാലത്ത് അത് പ്രത്യേക ആരാണ്. കാരണം ഇതാ കണ്ടോളൂ. അതെ, ഇത് മൂത്തമ്മാൻ്റെ വീടിൻ്റെ മുന്നിലുള്ള റോട്ടിലൂടെ നല്ലോണം വെള്ളം ഒഴുകുന്നുണ്ട്. വെള്ളം പറഞ്ഞാൽ അത് കുളത്തുനിന്നോ അതോ തോട്ടുന്നോ ആണ്. അതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ഒഴുകുക. അതുകൊണ്ട് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. മൂത്തമ്മാൻ്റെ വീട് പറഞ്ഞാൽ ആൽപ്പറമ്പാണ്. സോ ഗൈസ്, ഇന്നത്തെ വ്ളോഗിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 90s കാലഘട്ടത്തിലേക്ക് പോയ ഒരു അവസ്ഥയായിരിക്കും. കാരണം മൂത്തമ്മാൻ്റെ വീട് പറഞ്ഞാൽ അധികം റീഡെവലപ്പ് ഒന്നും ചെയ്യാത്തൊരു വീടാണ്. കാരണം മൂത്തമ്മക്ക് കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് മൂത്തപ്പയും മൂത്തമ്മയും ഉള്ള വീട്ടിലൊരു കുഞ്ഞു വീട്ടിൽ സ്നേഹസൗഹൃദമായിട്ട് ജീവിക്കുകയാണ്. സോ എനിക്ക് ഇങ്ങോട്ട് വരുമ്പം അതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് എവിടെ തൊട്ടാലും നൊസ്റ്റാൾജിയാണ്. ഒരു നൊസ്റ്റാൾജിയുടെ കുട്ടി കൊട്ടാരം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. എനിവേ, സോ നമുക്ക് ഇനി ഒരു 90s കാലഘട്ടത്തിലേക്ക് പോയാലോ. ലെറ്റ്സ് ഡു ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. 1 2 3 start. കളിക്ക് ചണ്ടി വരുന്നുണ്ട്. ഞാൻ മെല്ലെ വെള്ളം ചെവിയിൽ വെള്ളാവും. ആ എത്രാമത്തെ ലഡു വെച്ച് കഴിക്കുന്നേ മതിട്ടോ. സുഖറാവും സുഖർ. വെള്ളം കുടിച്ചായിരിക്കും. വെള്ളം കുടിച്ചതാവും. അത് വെള്ളം കുടിച്ചതാവും. വെള്ളം കുടിച്ചാണ്. ഈ വെള്ളം കുടിച്ചാണ്. എന്റെ പള്ളയിലൊന്നുമില്ല, എന്തെങ്കിലും ഒന്ന് തിന്നണ്ടേ. ഓ, പള്ള കാലി കണ്ടോ. ഒക്കെ വെള്ളം കുടിക്കത് എന്ത് രസാണ് വെള്ളം കുടിച്ചാല്. ചോദിച്ചോക്കിയ താത്താനോട്, ആ താത്താനോട്. അതാ ആ താത്ത, ഈ താത്ത, ഈ താത്താടോ നല്ല താത്ത കുടിക്കലുണ്ട്. സോ ഇനി നമുക്ക് കുറച്ച് പച്ചപ്പിനെ പ്രേമിച്ചിട്ട് വരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് നല്ല പുളിയുള്ള പച്ച ചാമ്പിക്കയാണ്. പച്ച പറഞ്ഞാൽ അതിൻ്റെ കളറിനല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതിൻ്റെ ടേസ്റ്റിനാണ്. ഓക്കെ, നല്ല നല്ല രസമുള്ളൊരു പുളിയാണ്. ഉപ്പൊക്കെ കൂട്ടി തിന്നാണെങ്കിൽ ഓക്കെ. ഓ, നിനക്കൊന്നും വിശക്കണമില്ല. കുത്തു, ഓ കുത്തു. ഹായ്, ഹലോ. കണ്ട കൈസ്, ഞാൻ ഹലോ പറഞ്ഞപ്പോൾ ഹായ് എന്നാണ് തലാട്ടിയത്. വാ, എനിക്കിഷ്ടായി. ഓ ഓ, ഇതിനുള്ളിൽ ഇനിയുണ്ട് ചെറിയ കുട്ടികള്. ഹായ്, തുർമാമ്പയാ? ആ, ഇവിടെ തുർമാമ്പ ഉണ്ടാവും ഇതില്. ഇത് ഇതല്ലേ വൈദനല്ലേ? ബ്രിഞ്ചോൾ. ഇത് വലിയ ആ, ഇതില് മുളകുണ്ട്. ആ, ഉണ്ട് ഉണ്ട് ഉണ്ട്. വലിയ കാണുന്നില്ല. മുളക്, ചുവപ്പ് മുളകുണ്ട് ഇവിടെ. ഓ, ഇത് കുറച്ച് മധുരമായി തോന്നുന്നുണ്ട്. നോക്കട്ടെ. ഓക്കെ, ഇട്ടിട്ട്. ഓ, നല്ല പറയാം, നല്ല പറയൂ. ഇതാണ് എന്താണ് കർമൂസ മരം, കർമൂസ തെയ്യായിട്ടുള്ള. ഇതാണ് പ്ലാവ് ഗൈസ്, പ്ലാവ്. ഈ ഭാവിയിൽ ഇതൊന്നും അറിയാത്ത കുട്ടികളുണ്ടാവും. എന്താ ചെയ്യാൻ, ന്യൂജൻ പിള്ളേർ. ഇത് ഏതാ മരം പറഞ്ഞില്ല, എനിക്ക് പോലും അറിയില്ല അതൊക്കെ ഏതാ മരം. ആ, അല്ല മരല്ല, ചെടി.
ഇത് ചെറീസല്ലേ? ഇത് ചെറീസല്ലേ വല്യമ്മേ? ഇത് ചെറീസല്ലേ? അല്ല ഇത് ചെറീസല്ലേ? ആ വെള്ളം വെള്ളം. ഇത് ചാമ്പക്കത്? ആ ചക്കപ്പഴാണോ ചാമ്പക്കാണത്? അവസാനം ചക്കപ്പഴാണോ ചാമ്പക്കയാണോ ചെറീസാണോ എന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഞാൻ എപ്പോഴും ഉള്ളത്. അതൊന്നു അജു ആരോ വിളിച്ചിക്ക? ഇതിനെന്താ പറയ കയ്യിലിന്? ചട്ടക്കയിലല്ലേ? ചട്ടക്കയില് പറഞ്ഞാൽ മതി. നിങ്ങളുടെ മോഡലാക്കണ്ട. പൂള കൂട്ടാനായിട്ട് രസന്നതാ. അലിമ കണ്ടിരല്ലോ. അലിമ കൂട്ടാൻ്റെ ആളാ ഗൈസ്. ഉറി അല്ലേ? ഉറി എന്നല്ലേ ഇതിന് പറയാ? ആണേ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്താ വലുതല്ല തോന്നുന്നുണ്ട്. ഇതിന് നല്ല സുഖമുണ്ടല്ലോ വല്യമ്മ ചെറുകാന്. ഈ ചെരവമ്മല് സാധാരണ വീട്ടിൽ തന്നെ ഈ ചെറുകാണെങ്കിൽ എൻ്റെ ഉമ്മ എൻ്റെ വൈത്തല നടക്കലായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന്റെ ശേഷം ഉമ്മ പിന്നെ ആ കാര്യത്തിൽ എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. അത് തിരുമ്പാളല്ല, എനിക്ക് മാറ്റാനാ. അല്ലിമ എന്താണ്ടാലും തിരുമാണ്ട്. എങ്ങട്ടാ ജി? മാറ്റിയ ഇഞ്ഞും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പറ്റില്ല എന്ന് എൻ്റെ ഉമ്മാൻ്റെ ഒരു നോട്ടം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം എനിക്ക് ഉമ്മ ആകെ തന്നിട്ടുള്ള പണി അടിച്ചേരി തുടക്കാനാണ്. സോ എൻ്റെ മാനവും മാന്യതയും അനുസരിച്ച് ഞാനത് എടുക്കണമല്ലോ. സോ ഞാൻ നേരെ പോയാണ്ടൊരു തുടക്കണ കോലം എടുത്തോണ്ടൊന്ന് തുടയ്ക്കാൻ തുടങ്ങി. വാട്ട് എക്സ്പീരിയൻസ്. കാരണം വീട്ടിലിപ്പോൾ ടൈൽസ് തുടച്ച് ആകെ ഉപ്പാട കളിക്ക് നടക്കുന്ന സമയമാണ്. അത് ഒരു രസമില്ല, എനിക്ക് ഇഷ്ടമായില്ലേ എൻ്റെ വീട്ടിൽ തുടച്ചോടെ തന്നെ തുടക്കിയ ഒരു മാതിരിയല്ലേ. അപ്പം ഇത് വേറെ വീട്. പിന്നെ അടിയാണെങ്കിൽ കാവിയും വാട്ടെക്സ് അത് വേറെ വൈബായിട്ട്. കാവി തുടക്കാൻ എനിക്കറിയില്ല, നല്ല ഇഷ്ടം എനിക്ക്. ഞാൻ തുടച്ചോടെ തന്നെ തുടക്കരുത്. പിന്നെ കുറേ നേരം എൻ്റെ അമ്മ അവസാനം നിർത്തിയൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ പോയത്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഒൽമ്പാൻ റോട്ടിലൂടെ വെള്ളം പോകുന്നുണ്ട്, നല്ല സുഖം. ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് തരണ്ട. ഇഷ്ടമായി. ഞാൻ ഇവിടെ തുടക്കാനായിട്ട് ഇവിടെ നിന്നല്ലേ വിചാരിച്ചേക്കാം. ആ പൂച്ചകളെ കാൽപ്പാതാണത്. ഓ ഇവരെ സ്ഥിരം വഴിയാ തോന്നുന്നുണ്ട്. ഫാമിലി മൊത്തമുണ്ട്. ഇതിന്റെ തന്തയാണ് തോന്നുന്നുണ്ട്. ഐഫോൺ സമ്മൺ ക്യൂട്ട് തൊട്ട് ചിലപ്പം ക്യൂട്ട്. ഇതെവിടെ കിടക്കണമെന്നറിയോ? ഫ്രിഡ്ജിൻ്റെ മുകളിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇത് മൂത്തമ്മാന്റെ മാത്രം വീട് എന്ന് പറയണത് തെറ്റായിരിക്കും. കാരണം പാരമ്പര്യമായിട്ട് ഈ പൂച്ച ഫാമിലി ഇവിടെയാണ് താമസിക്കുന്നത്. അവരുടെ മുത്തച്ഛന്മാരും മക്കളും പേരമക്കളും ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ രാത്രി കിടക്കുകയാണെങ്കിൽ ഞാൻ ഇന്നലെ രാത്രി പേടിച്ചു പോയി. കാരണം എന്താണ്, തട്ടും പുറത്ത് കൂടെ ഉണ്ട് ഒരു പൂച്ച പോണു മക്കളെ. ഇനി നമ്മൾ വീണ്ടും തീറ്റ മത്സരത്തിലേക്ക് മടങ്ങുകയാണ്. കാരണം ഇവിടെ കുറേ സാധനം തിന്നാൻ ഈ പലഹാരം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. പകരം പ്രകൃതിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഇവിടെ വീടിന് ചുറ്റും ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ കർമൂസ ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ്. നല്ല മധുരമുള്ള കർമൂസയാണ്. പിന്നെ അത് പാഷൻ ഫ്രൂട്ടും ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ്. ഈ പഞ്ചസാര ഇട്ട് കഴിക്കാൻ നല്ല രസമാണ്. പക്ഷെ പഞ്ചസാര ഇടാതെ കഴിക്കുന്നുണ്ട് നല്ലത്. എന്തിനാ കേടത്തുന്നത്? നല്ല നാടൻ മുട്ട. ഞാൻ നേരത്തെ ഒരു കോഴിക്ക് കൊടുത്തപ്പം അത് തിന്നാതെ പോയില്ലേ ഞാൻ ഫുഡ് കൊടുത്തപ്പം. അതിൻ്റെ ദേഷ്യം ഞാൻ ഇന്ന് അതിൻ്റെ മുട്ട തിന്നിട്ട് തീർക്കും. നോക്കിക്കോ. ഇപ്പം എൻ്റെ പണി ഒരു പൂച്ചനെ വെറുപ്പിക്കുകയാണ്. പൂച്ചനെ നുണപ്പിച്ച് വെറുപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം കറക്റ്റ് ഇന്ന് ഉമ്മാൻ്റെ ഫോണിലത്തെ നെറ്റ് തീർന്ന്. പിന്നെ വൈഫൈ വീട്ടിലാണുള്ളത്. അപ്പോൾ പിന്നെ അവസ്ഥ അറിയാലോ.
അങ്ങനെ കാണുന്ന സാധനത്തിനൊക്കെ ഞാൻ വെറുപ്പിക്കുന്നുണ്ട്. അതിലൊരു വിക്റ്റിമാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന പൂച്ച. അങ്ങനെ അവസാനം അതിൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക പൊട്ടിയപ്പോഴാണ് കസാലമേ കയറി വന്നത്. പിന്നെ പൂച്ചകളെ കുറച്ചൊക്കെ പേടി, അതുകൊണ്ട് ഞാൻ വേഗം ഇട്ടുകൊടുത്ത്. പിന്നെ നല്ലൊരു ഉറക്കുറങ്ങി വന്നതിന് ശേഷം ചായൻ്റെ കൂടെ പഴം വാട്ടി തിന്നാൻ വിചാരിച്ച് അങ്ങനെ വല്യമ്മ സ്പോൺസർ ചെയ്ത് പഴം വാങ്ങാനുള്ള പൈസ. ആൻഡ് ഡയറക്ഷൻ വാസ് ബൈ മീ, കാരണം ഞാനാണത് കൊണ്ടുവന്നതും പിന്നെ വാട്ടിയതും. അപ്പം എൻ്റെ അനിയന്മാർ നല്ലോണം വെച്ച് കാച്ചുന്നുണ്ട്. ഞാനാണ് ഈ സാധനമൊക്കെ പണിയെടുത്തത് കണ്ട് ഓരാണ് കഴിക്കുന്നത്. എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിലും ഞാൻ കൊടുക്കുന്നൊക്കെ ഉണ്ട്, കാരണം എന്താ ചെയ്യുക, സിസ്റ്റർ ബോണ്ട് ഈസ് വെരി ഗ്രേറ്റ്, യുനോ. നാളൊക്കെ നന്ദി ഉണ്ടായാൽ മതിയായിരുന്നു ഇവർക്ക്. അനിയന്മാരാണെങ്കിൽ ദിവസം 3 നേരം എന്ന് പറഞ്ഞ പോലെ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്. ശരി ചത്ത മീനാ ആദ്യാജ്ഞലി. ഇത് എന്റെ വീട്ടിലത്തെ മീനല്ലേ? അല്ല ഇതിൽ കൂടെ വന്നല്ലോ. അല്ല വീട്ടിലത്തെ മീനാ. അങ്ങനെ ആ ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് എണീച്ചപ്പോൾ രാവിലെ കണ്ടത് എൻ്റെ ഷ്യാമോൻ അജുവിന് പൽപ്പൊടി കൊണ്ട് എങ്ങനെ പല്ല് തേക്കാന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഓൻ തന്നെ ഇന്ന് രാവിലെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ക്ലാസ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആ ക്ലാസ് നേരെ ഇവനേക്ക് പ്രൊപ്പക്കൻഡ് ചെയ്യാണ്. എന്താ ചെയ്യുക, ഷെയറിങ് ഈസ് കെയറിങ് വാട്ട്. മൂത്തമ്മാന്റെ വീട്ടിലെന്താ മൂത്തമ്മാനെ കാണാത്തെന്ന് പലരും വിചാരിക്കുന്നുണ്ടാവും. ഒരു രണ്ടാളും കൂടി, അതായത് മൂത്തമ്മയും മൂത്താപ്പയും കൂടി വയനാട്ടിലുള്ള ഒരു കുടുംബക്കാരെ കാണാൻ പോയതാണ്. അപ്പം ഈ ആടുകളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളവിടെ വിളിച്ചെത്തിയിട്ടുള്ളത്. വല്യമ്മക്ക് ആടുകളെ ഭയങ്കര ഇഷ്ടം. എനിക്കാണെങ്കിലോ നേരെ ഓപ്പോസിറ്റ്, നല്ല പേടിയാണ്. അസ്ലാണെങ്കിൽ അതിൽക്കൂടെ പോണ ഒരു പെൺകുട്ടിൻ്റെ അടുത്ത് നിന്ന് സൈക്കിളൊക്കെ വാങ്ങി റൗണ്ട് അടിക്കാനടിച്ച് വലിയ ആളായിനി. പക്ഷെ ഉദ്ദേശിച്ച മാതിരി വണ്ടി അങ്ങോട്ട് നീങ്ങണില്ല, ഒന്ന് നിർത്തി. എന്താ സ്ട്രെങ്ത് ഇല്ല എനിക്ക്, നിർത്തി. അങ്ങനെ കുറച്ച് നല്ല നല്ല മെമ്മറീസൊക്കെ സംഭരിച്ചുകൊണ്ട് ഞങ്ങൾ മൂത്തമ്മാൻ്റെ വീടിൻ്റെ പടി ഇറങ്ങി. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ഫോർഗെറ്റ് ദിസ് ഹോൾസം എക്സ്പീരിയൻസ് എവർ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ വ്ളോഗ് ഇടാൻ തന്നെ കാരണം. എൻ്റെ അനിയന്മാർ കുറച്ച് കഴിഞ്ഞാൽ കാണും.